ബിഗ് ടിവി ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗിലേക്കാണ്. മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വീഴ്ത്തിയത് CPIM തന്നെ. കണ്ണൂരിലെ KSU പ്രതിഷേധം വീണയെ കുരുക്കാനുള്ള ആയുധമാക്കി മാറ്റിയത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന P. ശശി. വീണയുടെ ഗൺമാന്റെ മൊഴി P. ശശി ഇടപെട്ട് തിരുത്തിച്ചു. ആയുധം പോലെ എന്തോ ഒന്ന് ഉപയോഗിച്ചുവെന്ന് പിന്നീട് എഴുതി ചേർത്തു. വീണ ജോർജ് മൊഴി നൽകി എന്നതിലും ട്വിസ്റ്റ്, ഇതുവരെ വീണ ജോർജ് മൊഴി നൽകിയിട്ടില്ല. അപ്പോൾ വീണ ജോർജിനെ കൂടെ നിന്ന് കുടുക്കുകയായിരുന്നോ കണ്ണൂർ പാർട്ടി എന്നതാണ് ബിഗ് ക്വസ്റ്റ്യൻ. PR പ്രവീണ ചേരുന്നു നമുക്കൊപ്പം. PR പ്രവീണ, വീണ ജോർജിനെ വട്ടം വെച്ച് വീഴ്ത്തുകയായിരുന്നോ P. ശശിയുടെ നേതൃത്വത്തിൽ? അതായത് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അങ്ങനെ തന്നെ ഉറപ്പിച്ചു പറയാം, വീണ ജോർജിനെ ഫിനിഷ് ചെയ്തത് CPM തന്നെ, പ്രത്യേകിച്ച് കണ്ണൂർ ലോബിയാണ് എന്നുള്ളത് കൃത്യമായിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കണ്ണൂരിൽ നടന്ന KSU പ്രതിഷേധത്തിനിടെ വീണ ജോർജിന് പരിക്ക് പറ്റിയിരുന്നു. ആ പ്രതിഷേധത്തിനിടയിൽ ആ കൂട്ടത്തിനിടയിൽ സംഭവിച്ചതാണ് എന്നുള്ളതായിരുന്നു ഗൺമാൻ ആദ്യം നൽകിയ മൊഴി. വീണ ജോർജ് പറഞ്ഞതും അതുതന്നെയായിരുന്നു. പക്ഷേ ആ മൊഴി കൊടുത്തതിൽ പിന്നീട് പോലീസിനെ വിളിച്ച് P. ശശി ഇടപെട്ട് മൊഴി മാറ്റിക്കുകയായിരുന്നു. ഗൺമാന്റെ മൊഴിയിൽ ആയുധം പോലെ എന്തോ ഒന്ന് ഉപയോഗിച്ചു എന്ന് കൂട്ടിച്ചേർക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന വിവരം. അതിനുശേഷം പ്രതിരോധത്തിലായത് വീണ ജോർജ് മാത്രമായിരുന്നു. കേരളം ഒന്നാകെ അവർക്കെതിരെ തിരിയുന്ന അവസ്ഥയുണ്ടായി. ആ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതോടുകൂടി വീണ ജോർജ് കള്ളം പറയുന്നു എന്നുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി. തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത് നിൽക്കുമ്പോൾ വന്ന ഈ പ്രശ്നങ്ങൾ വലിയ തോതിൽ CPM-ന് ഉള്ളിലും അതുപോലെ തന്നെ പൊതുസമൂഹത്തിലും ചർച്ചയായി. അപ്പോഴാണ് ഗൺമാൻ ഇങ്ങനെ ഒരു മൊഴി തിരുത്തി കൊടുത്തത്. ആ ഗൺമാൻ കൊടുത്ത മൊഴി കൃത്യമായിരുന്നു, പക്ഷേ അതിൽ ഇടപെട്ട് തിരുത്തിച്ചത് P. ശശിയാണെന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും വീണ ജോർജ് മൊഴി കൊടുത്തു, തനിക്ക് ആയുധം കൊണ്ട് പരിക്കേറ്റിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ വീണ ജോർജ് ഇതുവരെയും മൊഴി കൊടുത്തിട്ടില്ല. നമ്മൾ അറിയുന്നത് ഇന്ന് വീണ ജോർജ് മൊഴി കൊടുത്തേക്കും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ CPM നേതൃത്വത്തിന്റെ അറിവോടെ നടന്ന ഗൂഢാലോചന, അതിൽ P. ശശിയുടെ ഇടപെടൽ, കണ്ണൂർ ലോബിയുടെ ഇടപെടൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല, വീണ ജോർജ് ഇത്തവണ മത്സര രംഗത്തേക്കില്ല എന്ന് വീണ ജോർജ് തന്നെ സംസ്ഥാന നേതൃത്വത്തെ നേരിട്ട് അറിയിച്ചിരുന്നു. ഇക്കാര്യം ജില്ലാ നേതൃത്വം ഗൂഢാലോചന നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വീണ ജോർജ് ഇത്രയധികം പിന്നിൽ പോകണം എന്നുണ്ടെങ്കിൽ അത് പാളയത്തിൽ നിന്ന് തന്നെ, പിന്നിൽ നിന്ന് കട്ടപ്പ ആരാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. കട്ടപ്പയുടെ പേര് P. ശശി എന്നാണ് എന്നുള്ള സൂചനകൾ തന്നെയാണല്ലോ വരുന്നത് PR പ്രവീണ. കാരണം പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് പോലും ചർച്ച ചെയ്യാതെ ഓമല്ലൂർ ശങ്കരൻ സ്വയം മാറി MV സഞ്ജുവിനെ തെരഞ്ഞെടുപ്പ് സെക്രട്ടറിയായി പ്രഖ്യാപിച്ചത് എന്തിനാണ്? അതാണ് പറഞ്ഞു വന്നത്. അതായത് തനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചെങ്കിലും സംസ്ഥാന നേതൃത്വം അത് അംഗീകരിച്ച് ജില്ലാ നേതൃത്വത്തെ അറിയിക്കുന്നതിന് മുമ്പ് തന്നെ ജില്ലാ നേതൃത്വം പാർട്ടി, അതായത് ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ട് വീണ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് എത്തുന്നു. അതോടുകൂടി സംസ്ഥാന നേതൃത്വവും വീണ ജോർജ് തന്നെയും ആകെ അകപ്പെട്ട സ്ഥിതിയിലാകുന്നു. പിന്നീട് സ്ഥാനാർത്ഥിയായി വരുന്നു. സ്വാഭാവികമായി ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ വീണയുടെ തെരഞ്ഞെടുപ്പ് അതിന്റെ ഒരു പാരമ്പര്യത്തിൽ എത്തി നിൽക്കുമ്പോൾ സ്വാഭാവികമായി അത് താഴെത്തട്ടിലേക്ക് വരെ എത്തിയിരിക്കുന്നു. ഇതിനിടയിലാണ് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് പോലും ചർച്ച ചെയ്യാതെ ഓമല്ലൂർ ശങ്കരനെ മാറ്റി എന്നുള്ള വാർത്ത വരുന്നത്, വീണയ്ക്ക് എതിർപ്പ് എന്നുള്ള വാർത്തകൾ വരുന്നത്. ഇതൊന്നും അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് PR പ്രവീണ, വീണ ജോർജ് മന്ത്രിയായത്, അതോടൊപ്പം തന്നെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വിശ്വാസമുള്ള നേതാവ് കൂടിയായി വീണ ജോർജ് മാറിയിരുന്നു. അദ്ദേഹത്തിന് വിശ്വാസമുള്ള, അദ്ദേഹത്തിന് വേണ്ടി ഈ കപ്പൽ മുങ്ങില്ല സാർ എന്ന് നിയമസഭയിലടക്കം പരസ്യമായി പറയുന്ന ആളായി വീണ ജോർജ് മാറുമ്പോൾ അധികാര സമവാക്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരുമല്ലോ. അത് ആരെയൊക്കെയാണ് അസംതൃപ്തരാക്കുക? മുഖ്യമന്ത്രിയുടെ ആ ഒരു നെക്സസായി, മുഖ്യമന്ത്രിയുടെ തോളോട് തോൾ ചേർന്ന് മുഖ്യമന്ത്രിയുടെ വലയത്തിനുള്ളിൽ കടന്ന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളുടെ അതേ വലയത്തിനകത്തേക്ക് ഒരാൾ കൂടി കടന്നു വരുമ്പോൾ സ്വാഭാവികമായും അതൃപ്തി ഉണ്ടാകുമല്ലോ. അങ്ങനെയാണെങ്കിൽ ആ അതൃപ്തനായി നിൽക്കുന്ന ആളുകളിൽ ഒന്നാമത്തെ പേരുകാരൻ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി തന്നെയല്ലേ? അതുകൊണ്ട് P. ശശി തന്നെ കൃത്യമായി ആസൂത്രണം ചെയ്ത് വീഴ്ത്തിയതല്ലേ വീണയെ? കൃത്യമായി ആസൂത്രണം ചെയ്തുള്ള നീക്കമായിരുന്നു. അതിൽ ഒരു പ്രതിഷേധം കൂടി വന്നുപെട്ടപ്പോൾ അതിനെയും പരമാവധി ഉപയോഗിക്കുന്നു. ഒരു വ്യക്തി, അതായത് പാർട്ടി മെമ്പർ ആയിരിക്കുന്ന ഒരാൾ അവരുടെ തോൽവി വരെ ഉറപ്പിക്കുന്ന തരത്തിലേക്ക് P. ശശിയുടെ ഇടപെടൽ ഉണ്ടായി എന്ന് വ്യക്തമാക്കുന്നതാണ് കാര്യങ്ങൾ. പോലീസിനെ വിളിച്ച് ഗൺമാൻ കൊടുത്ത മൊഴി മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ഇപ്രകാരം ആയുധം പോലെ എന്തോ ഒന്ന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് തിരുത്തുകയും ചെയ്ത നടപടിയാണ് ഞെട്ടിച്ചത്. കാരണം അത്തരത്തിലൊരു മൊഴി ഗൺമാൻ നൽകിയിട്ടില്ല. അയാൾ കൃത്യമായി എന്താണോ
സംഭവിച്ചത്, അതിനപ്പുറം ഒന്നും പറഞ്ഞിരുന്നുമില്ല. ഇതെല്ലാം അറിഞ്ഞിരുന്ന വീണ ജോർജ് എന്തായാലും ഇതുവരെ മൊഴി നൽകിയിട്ടില്ല. മൊഴി കൊടുത്തു എന്ന് ഇപ്പോഴാണ് കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുന്നത്. PR പ്രവീണ, എന്തുമാത്രം വീണ ജോർജിനെ നാട്ടുകാരെല്ലാം തെറ്റിദ്ധരിച്ചു. കാരണം ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു എന്നുള്ളത് ഗൺമാൻ കൊടുത്ത മൊഴി. അത് വെച്ചുകൊണ്ടാണല്ലോ എല്ലാവരും വീണ ജോർജിനെ എതിരെ അത് അവരുടെ നാടകമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും തനിക്ക് കഴുത്തിന് അസ്വസ്ഥതയുണ്ടായി എന്നതാണ് അവർ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലേക്ക് ആയുധം വന്നത് ഗൺമാന്റെ മൊഴിയോട് കൂടിയാണ്. അവിടെ അന്ന് സ്പീക്കറായിരുന്ന AN ഷംസീർ ഉണ്ടായിരുന്നു. ആക്രമണം ഉണ്ടായി, ഇരച്ചു കയറി എന്നുള്ള കാര്യങ്ങൾ ഷംസീറും പറയുന്നുണ്ടായിരുന്നു. ഇതിനോടൊക്കെ കൂട്ടിച്ചേർക്കുന്ന രീതിയിൽ ഗൺമാനെ സ്വാധീനിച്ച് ആ മൊഴി തിരുത്തിച്ചത്, വീണയെ അറിയാതെ ഗൺമാൻ മൊഴി കൊടുക്കുമോ എന്ന് ജനസാമാന്യം വിശ്വസിക്കുമല്ലോ. അപ്പോൾ അത് കൃത്യമായി ആയുധമാക്കിക്കൊണ്ട് ആ ഒരു ക്രിമിനൽ ബ്രെയിൻ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് വേണ്ടേ കരുതാൻ പ്രവീണ? കൃത്യമായി പ്രവർത്തിച്ചു. അത് ഒരൊറ്റ കാര്യമാണ്, മന്ത്രി വീണ ജോർജ് എന്നുള്ള ഒരു പേര്, അതായത് മന്ത്രിയായി മാറുന്നു, പിണറായി വിജയന്റെ വിശ്വസ്തയായി മാറുന്നു, സ്വാഭാവികമായും തെക്കൻ കേരളത്തിലെ ഒരു മുഖമായി മാറുന്നു വീണ ജോർജ് എന്ന് കണ്ടുകൊണ്ട് ഫിനിഷ് ചെയ്യുക എന്നുള്ളതിനപ്പുറം ഒരു ചിന്തയും കണ്ണൂർ ലോബിക്ക് ഉണ്ടായിരുന്നില്ല, P ശശിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് P ശശി ഇടപെട്ട് ഇത്തരത്തിൽ മൊഴി മാറ്റുകയും പിന്നീട് വീണ ജോർജിനെ ജനസമൂഹത്തിൽ, സമൂഹ മധ്യത്തിൽ കള്ളി എന്നുള്ള പേര് വരെ ചാർത്ത് നിർത്തിക്കപ്പെട്ടെന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചത്. ഒരു സ്ത്രീ എന്നുള്ള പരിഗണന പാർട്ടി പോലും നൽകിയില്ല എന്നുള്ളതാണ്. നമ്മളടക്കം മാധ്യമങ്ങൾ, ഞാനടക്കം മാധ്യമ പ്രവർത്തകർ ഒക്കെ റിപ്പോർട്ട് ചെയ്തതന്ന് കള്ളം പറഞ്ഞ മന്ത്രി എന്നുള്ളതായിരുന്നു. പക്ഷേ സത്യം പുറത്തു വരുമ്പോൾ അവരെ കള്ളിയാക്കി സമൂഹത്തിൽ നിർത്താൻ ഇതിന് ശ്രമിച്ചത് P ശശി എന്നുള്ള നേതാവ് തന്നെയായിരുന്നു. അതും CM-ന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ഏറ്റവും ശക്തനായ നേതാവ്. അതിനർത്ഥം ആഭ്യന്തര വകുപ്പിനെ നയിച്ചിരുന്നത്, ആഭ്യന്തര വകുപ്പ് ഭരിച്ചിരുന്നത് P ശശിയാണെന്ന് ഒരിക്കൽ കൂടി തെളിവുകൾ സഹിതം ബോധ്യമാവുകയാണ്. ആദ്യ മൊഴി തിരുത്തിച്ചു. അതൊരു ക്രിമിനൽ കുറ്റമല്ലേ? ഇക്കാര്യത്തിൽ വീണ ജോർജിനോട് നമുക്ക് സംസാരിക്കാൻ സാധിച്ചോ PR പ്രവീണ? യഥാർത്ഥത്തിൽ അവരോട് കേരളം മാപ്പ് പറയേണ്ടതല്ലേ? അവരെ എത്രത്തോളം തെറ്റിദ്ധരിച്ചു? നമ്മളടക്കം എല്ലാ മാധ്യമങ്ങളും കൊടുത്ത വാർത്ത ഈ ഗൺമാൻ കൊടുത്ത മൊഴിയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. ഈ വീണ ജോർജ് മൊഴി നൽകി എന്നുള്ള വാർത്തയടക്കം വരുത്തിച്ചത് അതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയിലൂടെയാണെങ്കിൽ അതിൽ കൃത്യമായും ടാർഗറ്റ് ചെയ്യുകയായിരുന്നു വീണ ജോർജിനെ. അവർ മുഖ്യമന്ത്രിയുടെ വലയത്തിൽപ്പെട്ടത് ഒന്നാമത്തെ തെറ്റ്, മന്ത്രിയായത് രണ്ടാമത്തെ തെറ്റ്. അങ്ങനെയുള്ള ഒരാൾ വേണ്ട. ഞങ്ങളുടെ ഒരു അധികാര ശ്രേണിയിൽ, ആ ഒരു വലയത്തിൽ, ആ ഒരു ലോബിയിൽ തെക്ക് നിന്നൊരാൾ വന്ന് അങ്ങനെ കരുത്തയാകേണ്ട എന്ന് കരുതി മനഃപൂർവ്വം വെട്ടിയതല്ലേ, വെട്ടി മാറ്റിയതല്ലേ? TP ചന്ദ്രശേഖരനെതിരെ 51 വെട്ടാണെങ്കിൽ ഇവിടെ കള്ളിയാക്കിക്കൊണ്ടുള്ള കടുംവെട്ടല്ലേ വീണയ്ക്ക് നേരെ നടത്തിയത്? കടുംവെട്ട് നടത്തിയെന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു, സമൂഹ മധ്യത്തിൽ, മാധ്യമങ്ങളുടെ മുന്നിൽ, അവരുടെ ഒരുപക്ഷെ വീട്ടുകാരുടെ മുന്നിൽ വരെ ആ ദൃശ്യങ്ങൾ കണ്ടാൽ ഒരു ആയുധവും ഉപയോഗിച്ചിട്ടില്ല. അടുത്തുപോലും എത്താത്ത KSU പ്രവർത്തകർ ആയുധം കൊണ്ട് എന്റെ കഴുത്തിൽ ആക്രമിച്ചു എന്ന് പറഞ്ഞൊരു സ്ത്രീ പറഞ്ഞു കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കാണാമായിരുന്നിട്ടും അവരെ ഒരു വലിയ കള്ളിയാക്കി സമൂഹത്തിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരെ വെട്ടി മാറ്റി കുഴിച്ചു മൂടാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. ആ ശ്രമത്തിൽ CPM വിജയിച്ചിരിക്കുന്നു. നേതൃത്വം കൊടുത്തത് P ശശിയാണ്. വീണ ജോർജിനോട് അടുപ്പമുള്ളവർ, വീണ ജോർജിന്റെ ക്യാമ്പൊക്കെ അസ്വസ്ഥരാണ്. കാരണം ഇത് പാർട്ടിക്കെതിരെ പറയുന്നതായി മാറി പിന്നീട് വ്യാഖ്യാനിക്കപ്പെടും. ഇതിൽ നോക്കൂ, KK ശൈലജ ഉയർന്നു വന്നപ്പോൾ KK ശൈലജയെ തോൽക്കാൻ കൊണ്ടുപോയി ഇട്ട് കൊന്നു. ഇവിടെ വീണ ജോർജിനെ ഇനി അങ്ങോട്ട് മുന്നോട്ട് വരണ്ട, ഇനി അവിടെ കിടന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട്, ഇത്രക്കേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പൊതുമധ്യത്തിൽ നാണം കെടുത്തി തോൽപ്പിച്ചു. അവിടെ കൃത്യമായി ഒരു ആസൂത്രണം നടന്നിട്ടുണ്ട്. അപ്പോൾ തങ്ങൾക്ക് ശേഷം പ്രളയം എന്ന് കരുതി കണ്ണൂർ ലോബിയുടെ ഈ കളികൾ അത് പുറത്തേക്ക് പറയേണ്ടതല്ലേ ഇനിയെങ്കിലും പ്രവീണ, നമ്മുടെ വീണ ജോർജ്? കാരണം അവരിതുവരെ മൊഴി നൽകിയിട്ടില്ല. അവർക്ക് ഈ മൊഴിയിൽ പറയാമല്ലോ, കൃത്യമായി തന്നെ അവർക്ക് മൊഴിയിൽ പറയാമല്ലോ, ഗൺമാൻ നൽകിയ മൊഴി അത് എന്റെ അനുവാദത്തോടെയല്ല, ഞാൻ അങ്ങനെ പറയാൻ പറഞ്ഞിട്ടില്ല, പരാതിയിൽ അങ്ങനെ ചേർക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല, മൊഴി തിരുത്തിയതാണ് എന്നത് അവർക്ക് ഇനിയും തുറന്നു പറയാമല്ലോ. കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട്, സത്യം പറഞ്ഞുകൊണ്ട് പൊതുമധ്യത്തിലേക്ക് വന്നാൽ ജനം അവരെ വിശ്വസിക്കില്ലേ ഇനിയും പ്രവീണ? അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആയി മാറും സുജയ. കാരണം അവരൊരു പാർട്ടി നേതാവ് കൂടിയാണ്, അവർ പാർട്ടി അംഗം കൂടിയാണ്. സ്വാഭാവികമായും അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് പച്ചയ്ക്ക് പറയാനാകുമോ എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തതയില്ല. പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ, ഒരു പാർട്ടി പ്രവർത്തക എന്നുള്ള നിലയിൽ, പാർട്ടി മെമ്പർ എന്നുള്ള നിലയിൽ അവർ എത്രത്തോളം അത് പുറത്തു വരും എന്നുള്ളത് അറിയില്ല. പക്ഷേ മൊഴി കൊടുത്തിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. മൊഴി ഇന്ന് മാത്രമാകും കൊടുക്കുക. ആ മൊഴിയിൽ എന്താണ് പറയുന്നത്? ഒരു പക്ഷേ ഇനി പോലീസ് അത് പുറത്തുവിട്ടേക്കും. കാരണം ഈ പറയുന്ന ശക്തികൾക്കൊന്നും ഇനി സ്ഥാനമില്ല
എന്ന് ഉറപ്പായതുകൊണ്ട് ഒരുപക്ഷെ ഇനി വാസ്തവത്തിലേക്ക് പോയേക്കാം. കാരണം മുകളിൽ നിന്നുള്ള ഇടപെടലിന് സാധ്യതകൾ തീരെ കുറവായതുകൊണ്ട്. പക്ഷെ നിലവിൽ പാർട്ടി സംവിധാനം അനുസരിച്ച് അവർ പൂർണ്ണമായും ഫിനിഷ് ആയിരിക്കുന്നു. അവർക്ക് ഇനി ഒരു തിരിച്ചുവരവ്, ഉയർത്തെഴുന്നേൽപ്പ് ഈ പറയുന്നത് പോലെ ഈ നിയമസഭാ രംഗത്തടക്കം അല്ലെങ്കിൽ പാർലമെന്ററി രംഗത്തടക്കം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. ഒരു സ്ത്രീയെ അപമാനിച്ച് നിർത്തിത്തോൽപ്പിച്ച് വെട്ടിവീഴ്ത്തുക എന്നതിന് കാടത്തരമാണ് ഇവിടെ ഈ പി ശശി എന്നുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി നിർവഹിച്ചത്. പി ശശി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം അറിഞ്ഞു കഴിയുമ്പോഴെങ്കിലും അതിലൊന്ന് ഇടപെടുമോ? കാരണം ഇവിടെ വീണ ജോർജ് ചെയ്ത തെറ്റെന്താണ്? വീണ ജോർജിന്റെ പ്രവർത്തന മികവ് അത് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇഷ്ടപ്പെട്ടു. അവരുടെ ആ പ്രവർത്തന ശൈലിയിലൂടെ അവർക്കൊരു അംഗീകാരമായി മന്ത്രിസ്ഥാനം എത്തുന്നു. അതിൽ ഈ കൊതിക്കറിവ് കാണിച്ചിട്ട് എന്ത് കാര്യം? പൊളിറ്റിക്കൽ സെക്രട്ടറി ആയില്ലേ, പാർട്ടിയിൽ നിന്നൊക്കെ പുറത്തുപോയ ആളായിട്ടും പി ശശി അതും പോരെ അദ്ദേഹത്തിന്? ഞാൻ ഒരു കാര്യം കൂടി പറയാം. വീണ ജോർജിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർക്ക് ഒരു കാലത്തും വീണ ജോർജിനെ നേരിട്ട് കിട്ടുക എന്നുള്ള കാര്യത്തിലേക്ക് എത്തിയിരുന്നില്ല. അതെല്ലാം നിയന്ത്രിച്ചിരുന്നത് AKG സെന്ററിൽ നിന്നുള്ള അവരുടെ സെക്രട്ടറി കൂടിയായിരുന്നു. സ്വാഭാവികമായി നമ്മൾ എന്ത് കാര്യത്തിന് വിളിച്ചാലും അവർ മന്ത്രി പ്രതികരിക്കില്ല അല്ലെങ്കിൽ മന്ത്രി പ്രതികരിക്കും എന്നതടക്കം നേരിട്ട് ഒരു ചോദ്യത്തിന് പോലും നമുക്ക് ചോദിക്കാനോ നേരിട്ട് ചോദിച്ചറിയാനോ ഉള്ള അവസരം ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കംപ്ലീറ്റ് ഭരണം, ആരോഗ്യ വകുപ്പിന്റെ ഭരണം കംപ്ലീറ്റും പാർട്ടിക്ക് കീഴിലായിരുന്നു. മന്ത്രി വീണ ജോർജ് ഇനി ഇതിൽ എന്തെങ്കിലും പ്രതികരിക്കുമോ എന്ന് വ്യക്തമല്ല. പക്ഷേ നമുക്ക് കിട്ടുന്ന ഉറപ്പുകൾ അനുസരിച്ച്, അതായത് ഉറപ്പായ കാര്യങ്ങൾ അനുസരിച്ച് കൃത്യമായ ആസൂത്രണം നടന്നു. വീണ ജോർജ് എന്ന വ്യക്തിയെ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ വളർന്നു വരുന്ന ഒരു മുഖം, സ്ത്രീ രാഷ്ട്രീയം എടുത്താൽ, CPM-ലെ സ്ത്രീ മുഖങ്ങൾ എടുത്താൽ ശ്രീമതി കെ കെ ശൈലജ, വീണ ജോർജ് എങ്ങനെ ഒരു പേര് പറഞ്ഞു വരുമ്പോൾ മുന്നിൽ നിൽക്കുന്ന മുഖം, ഒരുപക്ഷെ സംസാരത്തിൽ പിണറായി വിജയന് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായി നിന്നിട്ടുള്ള ഒരു മന്ത്രി. ഇതൊക്കെ നോക്കുമ്പോൾ അവരെ വീഴ്ത്തേണ്ടത്, അവരെ മാറ്റി നിർത്തേണ്ടത് ഒരു വിഭാഗത്തിന്റെ ആവശ്യമായിരുന്നു. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ നിന്നുള്ള ഒരു മുഖം, അതിനെ അങ്ങോട്ട് വച്ചു വായിക്കാൻ എന്തായാലും കണ്ണൂർ ലോബി ആഗ്രഹിച്ചതുമില്ല. അതിന്റെ എല്ലാം കൂടി ഫലമാണ് പി ശശിയുടെ ഗൂഢാലോചന. ആ ഗൂഢാലോചന നടപ്പായപ്പോൾ മന്ത്രി വീണ വീഴുകയും ചെയ്തു.